അവിടെ റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് ക്ലിയർ ആക്കുകയാണ് അവർ. ഇതിപ്പോൾ ഉണ്ടായ മണ്ണിടിച്ചിലാണ്, പെട്ടെന്നുണ്ടായതാണ്. 51.5 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ കൂടിയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെങ്കലവും സ്വർണവും ഉപയോഗിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സുലാൽ ഭായ്. അദ്ദേഹമാണ് നമുക്ക് ഭൂട്ടാനിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. സുലാൽ ഭായ് നമസ്കാരം. നാട്ടില് കോഴിക്കോട് അല്ലേ? കോഴിക്കോട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ സ്റ്റാഫാണിത്. പിന്നെ JC ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതാണ് നമ്മളുടെ വണ്ടി, ടസ്കനാണ്. അങ്ങനെ നമ്മൾ കാറിൽ 3 പേരാണ്. മൂന്നാമത്തെ ആൾ ആരാന്ന് നമ്മൾ ഇന്ന് വൈകിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു 2 ബൈക്കർമാരുണ്ട്, ബൈക്കേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ്, പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള 2 ടൂറിസ്റ്റുകളാണ്, 2 പിള്ളേരാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് എസ്കോർട്ടായിട്ട് നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നു മാത്രം. എസ്കോർട്ടിന് വണ്ടി വേണം, അല്ലാണ്ട് പെർമിറ്റ് കിട്ടില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ബാക്കിലുണ്ട്, അവർ മെല്ലെ വരുന്നുണ്ട്. നമുക്ക് പാസ്പോർട്ട് മാത്രം ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് പാസ്പോർട്ട് കാണിച്ചു കൊടുക്കുക, അവർ സീൽ ചെയ്യും, അതിലൊപ്പിടും, നമുക്ക് മുന്നോട്ട് വരാം. പക്ഷേ അവർക്ക് പാസ്പോർട്ടും കാണിച്ചു കൊടുക്കണം, അതിനുശേഷം അവരെ വണ്ടീൻ്റെ പെർമിറ്റും കൂടി അവിടെ കാണിച്ചു കൊടുക്കണം. നമ്മളുടെ എന്താ പറയുക, എസ്കോർട്ട് വണ്ടീൻ്റെ പെർമിറ്റ്. ഏതായാലും ഇപ്പോൾ 2ാം ചെക്ക് പോസ്റ്റ് എത്താറായി. ആ എത്തും മുന്നേ അവർ നമ്മളെ ജോയിൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് ചെറിയൊരു റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം അവരെ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഇത് ഇന്ത്യൻ ആർമിയുടെ ക്യാൻറ്റീനാണ്. ഇന്ത്യൻ ആർമി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ആർമി സ്റ്റാഫുകൾ. ഇതാ നല്ല കോടയുണ്ട്, ചുറ്റും നല്ല കോടയാണ്. അതാണ് നമ്മളെ വണ്ടി. 4 ചായയും കടിയും പിന്നെ ചോറും, അതിനും കൂടി 200 റുപ്യ. ചോറിന് വെജാണ് 90 റുപ്യ. ഇത് കണ്ടോ, അവിടെ റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് റോഡ് ക്ലിയർ ആക്കുകയാണ് അവർ. ഇതിപ്പോൾ ഉണ്ടായ മണ്ണിടിച്ചിലാണ്, പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ മണ്ണിടിഞ്ഞതാണ്. ഉടനെ അവിടത്തേക്ക് പണിക്കാരൊക്കെ എത്തി അവർ സെറ്റാക്കുകയാണ്. അതുകൊണ്ട് വണ്ടികളുണ്ടില്ല, ഫുള്ള് ലൈനിൽ, ഫുള്ള് വണ്ടികൾ ലൈന്. ഇത് നമ്മുടെ കൂടെയുള്ള ബൈക്കുകാർ മാത്രമാണിത് നമ്മളിവിടെ ഉള്ളത്. ഒറ്റ വണ്ടി അവിടെ മുന്നിൽ ഒന്നും ബ്ലോക്കില്ല. അതേപോലെ അപ്പുറത്തെ ട്രാക്കിലും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്നത്. അതൊരു പാലാണ് ഉണ്ടാ. ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള 2 ടീംസ്. ഒക്കെ നമുക്ക് നമ്മുടെ ടീംസ് വരാം. പിന്നെ നമ്മുടെ കിച്ചൻ ടു കാശ്മീർ വരുന്ന ഞാൻ രാത്രി പരിചയപ്പെടുത്തരാം. അങ്ങനെ നമ്മൾ ടിംഫുലേക്കുള്ള കവാടത്തിലെത്തി. ഇതാണ് ടിംഫുലേക്കുള്ള ഗേറ്റ്. ഇതാണ് പാറോ ടൈഗർ നെസ്റ്റ് പോകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ടിംഫു, ഇവിടെ നേരെ. ഇതാണ് ഇവിടുത്തെ രാജാവും രാജാവുടെ ഭാര്യയും. ടിംഫു ഗേറ്റ്. ഇതാണ് ടിംഫു സിറ്റിയിലെ ബുദ്ധപ്രതിമ. 51.5 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ പ്രതിമ കൂടിയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെങ്കലവും സ്വർണവും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റുണ്ടായിരുന്നു. അധികം നിന്നില്ല, വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഒരുപാട് പടികളുണ്ട്. അവിടെ നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു വ്യക്തി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാച്ചു കണ്ടു. ഇനി
ഏതാണ്ട് 300 അടി താഴോട്ടേക്ക് നടക്കണം നമ്മളെ ടീംമേറ്റ്സ്. പിന്നെ ആ കാണുന്നതാണ്, ദൂരെ കാണുന്ന ടിംബു സിറ്റിയാണത്. നല്ല പ്രധാനപ്പെട്ട നഗരം അതാണ്. ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് വാങ്ങിക്കൊണ്ടുവന്നാണ്. ടീം ഫു സ്പ്രിംഗ് ഫെസ്റ്റിവൽ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനം. അവിടെ നാരങ്ങ മിഠായും അതൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ വേറെ കുറേ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് വെറൈറ്റി തോന്നിയത്, അങ്ങനെ ഇത് വാങ്ങിയതാണ്. ഇപ്പോൾ ടേസ്റ്റോ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നുമില്ല അത് പുറമേ ഉപ്പും പഞ്ചസാരയും അതെന്തോ മിക്സ് ആക്കിയിട്ട് പൊടി മധുരമാണ് പുറമെ, അകത്ത് മധുരവും പുളിയും. പ്രത്യേക ടേസ്റ്റാണ്, സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി.